ഷാജി എം കരുൺ എന്ന അനുഗ്രഹീതനായ ചലച്ചിത്രകാരൻ മരിച്ചിട്ട് ഇന്ന് 1 വർഷമാകുന്നു. ഏപ്രിൽ 28-ാം തീയതി. ഷാജി എം കരുൺ സാറിൻ്റെ അടുത്ത സുഹൃത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളതുമായ ശ്രീ തങ്കപ്പൻ സാർ, ഇദ്ദേഹം തിരുവനന്തപുരം എയർപോർട്ട് അതോറിറ്റിയിലെ എയർപോർട്ട് മാനേജറായിരുന്നു, റിട്ടയർ ചെയ്തപ്പോൾ. സാറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഷാജി എം കരുൺ എന്ന സംവിധായകനുമായിട്ടുള്ള സാറിൻ്റെ ബന്ധം, സാറിൻ്റെ ചിത്രങ്ങളിൽ താങ്കൾ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള, എസ്പെഷ്യലി വാനപ്രസ്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാനപ്രസ്ഥം എന്ന ചിത്രത്തിലെ താങ്കളുടെ അനുഭവങ്ങൾ ഇത് ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ആണ് ഞാൻ അങ്ങോട്ട് ഇന്ന് താല്പര്യപ്പെടുന്നത്. ഷാജി എം കരുണിനെ പറ്റി ആദ്യം പറയാം. അദ്ദേഹത്തെ ഞാൻ 1988 ഡൽഹിയിൽ വെച്ചാണ് കാണുന്നത്. അതിന് നിമിത്തമായത് NFDCയുടെ ഫിനാൻസ് ഡയറക്ടറായിരുന്ന പി പരമേശ്വരൻ എന്നയാളാണ്. അദ്ദേഹം 1988 പിറവിയുടെ പ്രീമിയർ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ വരുന്നത്. അന്ന് ഷാജി എം കരുൺ, പ്രൊഡ്യൂസർ ജയചന്ദ്രൻ സാറ്, അതുപോലെ പ്രേംജി, പ്രധാന വേഷം ചെയ്ത പ്രേംജി, ഇവരെല്ലാം ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പ്രീമിയർ ഷോ കേരള അസോസിയേഷൻ്റെ ബാനറിൽ, ഞാൻ അന്ന് കേരള അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്നു ഡൽഹിയിൽ, അവിടെ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. ആ റിസപ്ഷനിൽ ഷാജി കരുണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞാനൊരു സ്വാഗത പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഷാജിയെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത് ഉപനിഷദ്വചനങ്ങളുടെ തത്വചിന്താപരതയിൽ ഊന്നി നിന്ന് പ്രാണന്റെ ദാനപ്രാപ്തിയിലൂടെ പിതൃപുത്ര ബന്ധത്തിൻ്റെ ദിവ്യ സങ്കീർത്തനം പാടിയ ഷാജി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. അത് ഒരു ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു. അതിനുശേഷം ഈ ഫിലിമിനെ പറ്റി 2 വാക്ക് ഞാൻ സംസാരിച്ചു. അതിൽ ഇന്ത്യയിൽ മാത്രമല്ല ഈ മുഴുവനും ഉള്ള അവാർഡുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ഈ പിറവിക്ക് കിട്ടും എന്ന് മനസ്സിൽ തട്ടി. കാരണം അത്ര മനോഹരമായ ഒരു ചിത്രമായിരുന്നു പിറവി. അത് സംസാരിച്ചു. നന്ദി പ്രകടന സമയത്ത് ഷാജി സാറ് ഈ നാവ് പൊന്നാവട്ടെ എന്ന് തിരിച്ച് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു. അത് ഒരു ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു. പിന്നീട് ആണ് 1989 ഷാജി സാറ് പല പ്രാവശ്യവും ഡൽഹിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ ഈ പിറവിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും അവാർഡുകൾ കിട്ടി. നാഷണൽ അവാർഡ്, യൂറോപ്പിൽ നിന്നുള്ള പല അവാർഡുകൾ, കാൻ ഫെസ്റ്റിവലിൽ ഉള്ള ഇത് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയങ്ങളിലാണ് 89 ഷാജി സാറ് ഡൽഹിയിൽ വരുമ്പം എൻ്റെ ഒരു നാടകം, കാട്ടുകുതിര എന്ന് പറയുന്ന ഒരു നാടകം സാറ് കാണാനിടയായി. അതിൽ പ്രധാന വേഷം രാജൻ ബി ദേവ് ചെയ്തിരുന്ന ആ വേഷം കൊച്ചുവാവയുടെ വേഷം ഞാനാണ് ആ വേഷം ചെയ്തിരുന്നത്. സാറ് അത് കണ്ടതിന് ശേഷം എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഞാനിനി ഒരു പടം ചെയ്യുന്നുണ്ട്, ആ സമയത്ത് ഒരു വേഷം അത്രയും പറഞ്ഞ് അവിടെ നിർത്തി. അതിന് ശേഷമാണ് 1999 കാലഘട്ടങ്ങളിൽ ഈ വാനപ്രസ്ഥം റിലീസാകുന്നു. അത് ഷാജി സാർ വളരെ തിരക്കായി പോകുന്നു. അതിനുശേഷം 1991 ഞാൻ തിരുവനന്തപുരത്ത് ഔദ്യോഗികമായിട്ട് തിരുവനന്തപുരത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടേക്ക് ഓവറിങ് ഞാനാണ് നടത്തുന്നത്. അങ്ങനെ വന്ന സമയത്ത് ഇവിടെ തിരുവനന്തപുരത്തായതോടുകൂടി ഷാജി സാറുമായിട്ട് കൂടെ കാണാനായിട്ടുള്ള അവസരങ്ങളും പലപ്പോഴും സാറിൻ്റെ അടുത്ത സിനിമകളെ പറ്റിയുള്ള സംസാരിക്കാനും അങ്ങനെയുള്ള ഇത് വന്നിട്ട് അടുത്ത് ഷാജി സാറ് വളരെ നാളുകൾക്ക് ശേഷമാണ് വാനപ്രസ്ഥം ചെയ്യാൻ പോകുന്നത്. 91 ശേഷം ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് വാനപ്രസ്ഥം ചെയ്യുന്നത്. 97 മറ്റാണ് എൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയതാണ് എൻ്റെ 1997 അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ആ ഷൂട്ടിംഗ് നടത്തുന്നത് പിന്നെ ഒറ്റപ്പാലത്ത്
കാന്തല്ലൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ചാണ് അതിൻ്റെ ഒരു ഉത്സവം സമയത്ത് ഉള്ള ഉത്സവ ആംബിയൻസിൽ മോഹൻലാലിൻ്റെ ഒരു കഥകളിയോടുകൂടിയാണ് അവിടെ ആ സീനുകളാണ് അവിടെ നടക്കാൻ പോകുന്നത്. ആ സമയത്ത് ആണ് മഹാനായ അല്ലെ വിശ്വോത്തര നടൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മോഹൻലാലിനെ എനിക്ക് കാണാനും അദ്ദേഹത്തിൻ്റെ സഹനശക്തിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ നടന മികവും ഇതെല്ലാം കാണാൻ പറ്റിയ ഒരവസരം അവിടെ വെച്ചാണ് ഉണ്ടാകുന്നത്. ഈ 1999 മെയ് മാസം 9-നാണെന്ന് തോന്നുന്നു അല്ലേ ഈ കാനെ ഫിലിം ഫെസ്റ്റിവൽ വെച്ചിട്ട് വാനപ്രസ്ഥം റിലീസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 27 വർഷം ആകാൻ പോവുകയാണ് അടുത്ത മാസം. ഈ വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയുടെ എൻ്റെ കാസ്റ്റിങ്ങിന് ഈ ഷാജി കരുൺ സാറ് ഈ തങ്കമൻ ചേട്ടനെ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പലയിടത്തും യാത്ര ചെയ്യും, താരങ്ങളെ കണ്ടെത്തുകയൊക്കെ ചെയ്തിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഡിപ്പെൻഡിങ് എന്നുള്ളൊരു പദം ഒരിക്കലും പാടില്ല. കാരണം അദ്ദേഹത്തിന് എന്നോട് തോന്നിയ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടും ഇദ്ദേഹത്തോട് എനിക്ക് തോന്നിയ ഒരു ആരാധനയുടെ ഫലമായിട്ടും പലപ്പോഴും ഞങ്ങൾ ഈ ഫിലിമിനെ പറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, നാടക ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ, അമച്വർ നാടകങ്ങളിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് മോഹൻലാലും സുഹാസിനിയും പ്രധാന വേഷങ്ങൾ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള നിവൃത്തിയുള്ളിടത്തോളം ഒരുപാട് എക്സ്പോഷർ ആകാത്ത നടീനടന്മാർ വേണം. അത് ആരുടെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയൂ, നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിലാണ് ആദ്യമായിട്ട് എനിക്ക് കുറച്ച് ആ സമയത്ത് ദൂരദർശൻ്റെ എൻ്റെ ഒരു സീരിയൽ അവസ്ഥാന്തരം എന്ന് പറയുന്ന ഒരു സീരിയലിൻ്റെ ഷൂട്ടിംഗ് 13 എപ്പിസോഡുള്ള ഒരു സീരിയലിൻ്റെ ലീഡ് റോള് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അന്ന് അവിടെ കണ്ട് നല്ലൊരു നടിയാണ് സിത്താര ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ നർത്തകിയാണ്, ഇപ്പം വളരെ പ്രശസ്തയായിട്ടുള്ള നർത്തകിയാണ്. അന്ന് സിത്താര പിന്നെ നന്നായിട്ട് അഭിനയിക്കുമായിരുന്നു. അവസ്ഥാന്തരം എന്നുള്ള സീരിയലിൽ വളരെ നല്ല അഭിനയം കാഴ്ചവെക്കുന്നതിൻ്റെ പേരിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയത് സിതാരയുടെ പേര് പറയാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഉടനെ പറഞ്ഞു, എന്താ നമുക്ക് അവരെവിടെ താമസിക്കുന്നതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയാം, അന്ന് പേരൂർക്കടയാണ് താമസിക്കുന്നത്, എന്നാൽ നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. ഞാൻ പറഞ്ഞു, ഓ ശരി സാർ, പോവാം. എനിക്ക് എക്സാക്റ്റ് വീട് അറിയത്തില്ല, ലൊക്കേഷൻ അടുത്ത് കണ്ടുപിടിക്കാം അവിടെ ചെന്നിട്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം സിത്താര ബാലകൃഷ്ണൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് ഒരു 5 മിനിറ്റ് പോലും ഇരിക്കുന്നില്ല. സിത്താരയ്ക്ക് വളരെ ഒരു അത്ഭുതം. കാരണം വാക്കുകൾ പോലും പുറത്തോട്ട് വരാതെ സിത്താര തൊഴുത് കൈയോടെ നിൽക്കുകയായിരുന്നു. കാരണം ഷാജി സാറിനെ അന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഒരു വാക്ക് മാത്രം പറഞ്ഞു, എൻ്റെ ഈ പാവപ്പെട്ട ഈ വീട്ടിലേക്ക് അയ്യോ ഷാജി സാർ എന്ന് പറഞ്ഞ് തൊഴുകയ്യോടെ നിന്ന് ഇന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയ ഉടനെ തന്നെ എന്നോട് കാറിൽ കയറുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, അയ്യോ ആ കുട്ടി പറ്റത്തില്ല കേട്ടോ, നമുക്ക് കുറേ കൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞ് അപ്പം ഈ കഥാപാത്രത്തിൻ്റെ അപ്പം ഞാൻ പറഞ്ഞു, സാറേ എങ്ങനെയുള്ള കഥാപാത്രമാണ് സാർ? അപ്പോഴാണ് പറഞ്ഞ മോഹൻലാലിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കേണ്ടതാണ്. പക്ഷേ പിന്നെ അതിന് പറ്റിയ സാറ് എന്നോട് പറഞ്ഞു തന്നു, അത് ഏത് ടൈപ്പ് ആയിരിക്കണം, എങ്ങനെയായിരിക്കണം. കാരണം ഇവർ തമ്മിൽ മാനസിക പൊരുത്തങ്ങളില്ല. ഇദ്ദേഹം കലാകാരനാണ്, ഇവർ നാട്ടുമ്പുറത്തെ ഒരു സ്ത്രീയാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കലയും ഇതൊന്നും അവർക്കത്ര താല്പര്യമില്ല. അപ്പം ആ ഒരു കഥാപാത്രം ആയിരിക്കണം, നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. ഉടനെയാണ് ഞാൻ പറഞ്ഞു, സാർ ഞാനൊരു നാടകം കണ്ടു ഈ അടുത്ത കാലത്ത് ടാഗോർ തിയേറ്ററിൽ വെച്ച്. അതിൽ മുടിയനായ പുത്രൻ എന്നുള്ള KPSC നാടകത്തിലെ കുക്കു പരമേശ്വരൻ എന്ന ഒരു നടിയാണ് അതിലെ മെയിൻ ഹീറോയിൻ റോൾ ചെയ്തിരുന്നത്. അപ്പം
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള അഭിനയം. അപ്പം ശരി, നമുക്ക് സുധീഷ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് പുള്ളിയുടെ അസോസിയേറ്റ്. അപ്പം നമുക്ക് സുധീഷുമായിട്ട് സംസാരിക്കാം. സുധീഷ് അവരുമായിട്ട് സംസാരിക്കട്ടെ, നമുക്ക് ഫിക്സ് ചെയ്യാം. അങ്ങനെയാണ് ഈ കുക്കു പരമേശ്വരൻ്റെ ഇതിലേക്ക് വരുന്നത്. പിന്നെ വീണ്ടും ഹരിദാസ് സാറ്, അതായത് പാട്ടുകാരൻ ഹരിദാസ് സാറ് അതിൻ്റെ അതൊരു വേഷം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ശ്രീകല എന്ന് പറയുന്ന ഒരു തൃശ്ശൂരുള്ള, അവരും എൻ്റെ ഈ നാടകത്തിൽ എൻ്റെ അവസ്ഥാന്തരം എന്ന് പറയുന്ന സീരിയലിൽ ഒരു വേഷം ചെയ്തിട്ടുള്ളതാണ്. അവർ അതിന് വേണ്ടിയിട്ട് അവിടെ ആകാരം ഒക്കെ അതിന് പറ്റിയ ഒരു ഇതായിരുന്നു. അങ്ങനെ അവർ പിന്നെ ഞങ്ങൾ 2-3 പേരെയൊക്കെ ഞാനും സുധീഷുമായിട്ടൊക്കെ പോയി കാണുകയും എടുക്കുകയൊക്കെ ചെയ്തു. അപ്പം അദ്ദേഹത്തിന് എന്നോട് തോന്നിയൊരു സ്നേഹവും ഇതും ഒക്കെ കൂടെയാണ്. അല്ലാതെ ഞാനൊരു വലിയ കാസ്റ്റിംഗ് ആളൊന്നും ആയിട്ടല്ല. അതിന് അദ്ദേഹത്തോട് എന്നും കടപ്പാടുണ്ടായിരിക്കും. പിന്നെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പിന്നെ വാനപ്രസ്ഥത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ വളരെ യാദൃശ്ചികമായ ചില സംഭവങ്ങളുണ്ടായി. എസ്പെഷ്യലി ഛായാഗ്രാഹകൻ ഒരു സായിപ്പായിരുന്നു, അദ്ദേഹമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? അതെ, അതൊരു വലിയ അനുഭവമായിരുന്നു. എനിക്ക് തന്നെ ഒരു വലിയ അത്ഭുതം. റെനത്തോ ബർത്താവ് എന്ന് പറയുന്ന സ്പിൽബർഗിൻ്റെ വരെയും ക്യാമറ ചെയ്തിട്ടുള്ള ഒരു ക്യാമറമാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാമറ തന്നെ, അതായത് പാനോവിഷനിൽ ഇന്ത്യയിലെ ആദ്യമായിട്ടുള്ള ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന പടമായിരുന്നു വാനപ്രസ്ഥം. അപ്പം ഇത് ഉത്സവ അന്തരീക്ഷത്തിൽ, അതായത് ഒരു മീനമാസത്തിൽ നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ ഉത്സവ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉത്സവം നടക്കുന്നതും കഥകളി നടക്കുന്നതും ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് അന്ന് ചിത്രീകരിക്കാനായിട്ടുള്ളത്. അതെ. അപ്പോൾ അന്നത്തെ ദിവസം ഞാനും അതൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. അതും പിന്നെ ഷായി സാറിനുള്ളൊരു അടുപ്പവും കാരണം കൂടുതലും അതുമായിട്ടൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു സമയത്ത് ആണ് ഏതാണ്ട് 2 മണിയായപ്പോൾ മോഹൻലാൽ സ്ഥലത്തെത്തി. ഈ ചുട്ടികുത്തി ആടയാഭരണങ്ങൾ അണിഞ്ഞ് കിരീടവും വെച്ച് 6-6:30 മണിയോടുകൂടി അദ്ദേഹം വന്ന് ഒരു സ്റ്റൂളിൽ ഇരിക്കുകയാണ്. ഈ സ്റ്റേജിൻ്റെ മുൻവശത്തുള്ള ഒരു വെയിലൊന്നുമില്ലാത്ത ഈവനിങ് ആയതുകൊണ്ട് അധികം വെയിലും ഒന്നുമില്ല ഒരു സ്ഥലത്ത് ഞാനും ഒക്കെ അതിശയത്തോടെ ഇദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. സൈഡിൽ ഈ റെനത്തോ ബർത്താവോ വന്ന് കാറിൽ ഇറങ്ങും, അതായത് ക്യാമറാമാൻ. അദ്ദേഹം വന്നിട്ട് കാറിൻ്റെ പുറത്തിറങ്ങിയ തന്നെ അവിടെ നിന്നുകൊണ്ട് പൊതുവെ ഒരു വീക്ഷണം നടത്തി. അങ്ങനെ കുറേ ഒന്ന് നടന്നു, ഈ സ്റ്റേജിൻ്റെ അടുത്ത് വന്നു. അവിടെ എല്ലാം ഒന്ന് നടന്ന് കണ്ടതിന് ശേഷം ഈ ഒരു ആൽ മരം ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ആ ആലിൻ്റെ ചുവട്ടിൽ ചെന്ന് അപ്പോഴത്തേക്ക് ഷായി സാറും കൂടെ ഉണ്ട്. ഷായി സാറിനോട് എന്തോ പറഞ്ഞു കഴിഞ്ഞിട്ട് മനസ്സിലായത് ഇയാൾ പാക്കപ്പ് പറഞ്ഞിട്ട് നേരെ കാറിൽ കയറി സ്ഥലം വിട്ടു. അതായത് ഷൂട്ടിംഗ് നടന്നില്ല, അന്ന് ഷൂട്ടിംഗ് നടന്നില്ല. ഈ 2 മണി മുതൽ മോഹൻലാൽ അവിടെ വന്ന് വേഷം കിട്ടിയിരുന്നത് മിച്ചം അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം അറിഞ്ഞ ഷായി സാറ് പറഞ്ഞത് മോഹൻലാലിനോട് വന്ന് പറഞ്ഞു, ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ലൈറ്റിംഗ് എന്ന് പറഞ്ഞു. അത്രയും ഒരു വാക്ക് മാത്രം പറഞ്ഞു. അവർ തിരിച്ചുപോയി. അവർ 2 പേരും കൂടെയാണ് തിരിച്ചു പോകുന്നത്. അതിനുശേഷം പിറ്റേ ദിവസവും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. അടുത്ത ദിവസം ആ ദിവസവും ഇതുപോലെ തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ആ മഹാനടൻ 2 മണിക്ക് വന്ന് 4 മണിക്കൂർ ചുട്ടികുത്തി ആടയാഭരണങ്ങൾ അണിഞ്ഞ് തലയിൽ കിരീടവും വെച്ച് ഈ സ്റ്റൂളിൽ വന്നിരിക്കുകയാണ്. അടുത്ത ദിവസം ഇതുപോലെ തന്നെ ഇദ്ദേഹം സായിപ്പ് വന്ന് അവിടെ ഒക്കെ ഒന്ന് നടന്നു നോക്കി. അന്ന് ഏതാണ്ട് ഈ മരച്ചോട്ട് ചെന്ന് നിന്നുകൊണ്ട് ഒരു കുറേ ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തു. അപ്പം ലൈറ്റിംഗ്
ബോയ്സും അവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. അസോസിയേറ്റ് ഡയറക്ടർ സുധീഷ്, മുരളി മേനോന്, ഇവരും എല്ലാം ഓടി നടക്കുകയാണ്. എന്നിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും പുള്ളി മുകളിലോട്ട് നോക്കിയിട്ട് അവിടെ വീണ്ടും ഷാജി സാറിനോട് എന്തോ പറഞ്ഞു, കാറിൽ കയറി സ്ഥലം വിട്ടു. അന്നും ഷൂട്ടിംഗ് നടന്നില്ല. പിന്നെ അടുത്ത ദിവസം മൂന്നാമത്തെ ദിവസം ഇതുപോലെ മോഹൻലാല് വന്ന് ഈ സ്റ്റൂളിലിരിക്കുന്നു. ഞങ്ങളൊക്കെ നോക്കി നിൽക്കുന്നു. ഇദ്ദേഹം ഈ സന്ധ്യയായപ്പോഴത്തേക്ക് ക്യാമറാമാൻ വന്നു, പുറത്തിറങ്ങി. അന്ന് എന്തായാലും ഷാജി സാറിൻ്റെ മുഖം ഒരല്പവും ഗൗരവവും പൂണ്ടു. എന്തായാലും അവർ തമ്മിൽ സംസാരിക്കുന്നു. 10 മണിയായപ്പോൾ അന്ന് ഷൂട്ടിംഗ് തുടങ്ങി. അതായത് 6:30 മണിക്ക് ഇദ്ദേഹം എത്തി, ഷൂട്ടിംഗ് 10 മണിക്ക്. വീണ്ടും 2 മണി മുതൽ മോഹൻലാല് ഈ വേഷവും കെട്ടി ഈ ആടയാഭരണങ്ങളും അണിഞ്ഞ് കിരീടവും തലയിൽ വെച്ച് അതൊരു ഈ കഥകളിയെ പറ്റി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കഥകളി കലാകാരനും 2 മണിക്കൂറിൽ കൂടുതൽ ആ കിരീടവും വെച്ച് നിൽക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ഏതാണ്ട് 7-8 മണിക്കൂറോളം ഈ ആടയാഭരണങ്ങളഞ്ഞ് ഈ കിരീടവും വെച്ചിട്ട്, അത് ലോകത്ത് തന്നെ ഒരു മനുഷ്യനും ഒരു കലാകാരനെ കൊണ്ടും സാധിക്കുന്ന കാര്യം അത് മോഹൻലാൽ അല്ലാതെ മറ്റാർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം മാത്രമല്ല, ഇതൊക്കെ കഴിഞ്ഞ് സായിപ്പ് അന്ന് ഷൂട്ടിങ്ങും കഴിഞ്ഞ് അതോടുകൂടി അവിടെ പാക്കപ്പായിരുന്നു അന്നത്തെ. അതിനുശേഷം പിന്നെ ഒരു ഷെഡ്യൂളായത്. എന്തായാലും അന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഈ റെനത്തോ ഒരു കാര്യം പറഞ്ഞു, മോഹൻലാൽ ഇവിടെ ജനിക്കേണ്ട ആളല്ല. ഞാനത് മലയാളത്തിൽ പറയുകയാണ്. ഇദ്ദേഹം യൂറോപ്പിലായിരുന്നെങ്കിൽ ഒന്നല്ല പല ഓസ്കാർ അവാർഡുകൾക്ക് അർഹനാകുമായിരുന്നു. അത് കേൾക്കേണ്ട നമുക്കും കൂടെ സാധിച്ചു. അതായത് അത് മോഹൻലാലിൻ്റെ ഡിവോഷൻ, അത് സഹനശക്തി, സിൻസിയാരിറ്റി, ഇനി എന്തോന്ന് പറയാനില്ല. അദ്ദേഹം ഒരു വിശ്വോത്തര നടൻ ആണ്. അത് കാണാനും ഇത് സാധിച്ചതിൽ എനിക്ക് തന്നെ അതിയായ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ചേട്ടാ, ഈ സമയപരിമിതി മൂലം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റ ചോദ്യം: ഷാജി എൻ കരുൺ എന്ന അനുഗ്രഹീതനായ ചലച്ചിത്രകാരന് ശേഷം ഇനി ആര്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ പോലെ വിശ്വോത്തരനായ ഒരു കലാകാരൻ, ക്യാമറാമാൻ, സംവിധായകൻ, അതിനെല്ലാം ഉപരിയായിട്ട് ഒരു പച്ചയായ മനുഷ്യൻ, സിംപ്ലിസിറ്റി കൊണ്ട് ശബ്ദത്തിൽ പോലും ആരും നോവിക്കാത്ത ഒരു മനുഷ്യൻ, അതിനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നന്ദി ചേട്ടാ. നമസ്തേ.